ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയി കാണുന്ന വ്യക്തി നിങ്ങളെ അത്ര സീരിയസ് ആയിട്ടല്ല എടുക്കുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒക്കെ നിങ്ങളെ പരിഗണിക്കാത്ത രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആക്ച്വലി നമുക്കും വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിലല്ല ആ ഒരു റിലേഷൻഷിപ്പിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് റിയലൈസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ഒരുപാട് എഫേർട്ട് എടുക്കാതെ, അല്ലെങ്കിൽ ഒരുപാട് ബെഗ് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ ഒരുപാട് തവണ റിപ്പീറ്റായിട്ട് പറയാതെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. സോ അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്ന്, ആ വ്യക്തി നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സോ ഇതിനൊരു ചേഞ്ച്, ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങാം. അതിന് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആ റിലേഷൻഷിപ്പിൽ കൃത്യമായ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പെരുമാറ്റം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ പേഴ്സണൽ സ്പേസിനെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ സാധിക്കണം. സോ ഈ രീതിയിലുള്ള ഒരു ബൗണ്ടറി നിങ്ങൾക്ക് കൃത്യമായി സെറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കാൻ തുടങ്ങും നിങ്ങൾ എങ്ങനെയാണ് ആക്ച്വലി ആ ഒരു റിലേഷൻഷിപ്പിൽ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ടോളറേറ്റ് ചെയ്യുന്നില്ല, ഏതെല്ലാം കാര്യങ്ങൾക്ക് അവർക്ക് നോ പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടും എന്നുള്ളതാണ്. പക്ഷേ അത് നിങ്ങൾ സ്വയം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ലഭിക്കുക. സോ നിങ്ങൾ ആ വ്യക്തി സീരിയസ് ആയി എടുക്കുന്നില്ല, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ തന്നെ ചേഞ്ച് ചെയ്യുക. അതായത് നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുക, നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങുക. രണ്ട്, നിങ്ങളെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നറിഞ്ഞിട്ടും നിങ്ങൾ ഓവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവറായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. എന്താണ് ഓവർ ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നത്? ഈ 3 കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ ടൈം, ഒന്ന് നിങ്ങളുടെ പ്രസൻസ്, ഒന്ന് നിങ്ങളുടെ കെയർ. നിങ്ങളെ യാതൊരുവിധ രീതിയിലും റെസ്പെക്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിക്ക് ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഓവറായിട്ട് പ്രൊവൈഡ് ചെയ്യരുത് എന്നുള്ളതാണ്. അത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിക്കൊള്ളട്ടെ, നിങ്ങളെ യഥാർത്ഥമായ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല, ഒരു ഗുഡ് വേയിലല്ല ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഓവർ ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളമാണ് ആ റിലേഷൻഷിപ്പിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർക്ക് റിയലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടും. എന്നാൽ നിങ്ങൾ അവരെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെസ്റ്റ് വേയിൽ. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ കെയർ ഇതൊക്കെ വാരിക്കോരി കൊടുക്കുകയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം അവിടെ കിട്ടില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഓവർ ഷെയറിങ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനെ പ്രാക്ടിക്കലായി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി 3ാമത്തെ കാര്യം, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പാഷൻ, അതിനെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന, നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടായിരിക്കും, അതിൽ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഗോൾസ് അല്ലെങ്കിൽ ഡ്രീംസ് ഉണ്ടായിരിക്കണം, അത് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാതെ തന്നെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും, നിങ്ങളുടെ സ്ട്രെങ്ത് എത്രത്തോളമാണ്, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിൽ മികച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഡിസേർവ്ഡ് ആണ്, നിങ്ങളെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതെല്ലാം അച്ചീവ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് അത് കഴിയുക.
സോ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവുക. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡ്രീംസ് ആൻഡ് ഗോൾസ് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ തന്നെ കിട്ടുന്ന ഒരു പവറാണ്, ഒരു മാഗ്നറ്റിക് പവർ, ഒരു അട്രാക്ഷൻ പവർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാൻ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അവർക്ക് കൂടി വേണ്ടി ജീവിക്കുന്ന ഒരു പേഴ്സണെ നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എടുത്തു നോക്കുക. അതായത് സ്വയം പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്കൊരു അട്രാക്ഷൻ പവർ ഉണ്ടായിരിക്കും. കാരണം അവർ അവരുടെ ലൈഫ് ജീവിക്കുന്നുണ്ടായിരിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും അവർ വളരെയധികം കോൺഫിഡൻ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അവർക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും അവർക്കൊരു അട്രാക്ഷൻ പവർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അവരുടെ ലൈഫിൽ ലഭിക്കുകയും ചെയ്യും. സോ ഇതിനു വേണ്ടി കൂടിയാണ് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ട മറ്റൊരു കാര്യം. നെക്സ്റ്റ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് സൈലന്റ് ട്രീറ്റ്മെൻറ്റ്. അതായത് ഒന്നും സംസാരിക്കാതിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൂടി അവർ ആവശ്യപ്പെടില്ല അല്ലെങ്കിൽ ചോദിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ അത് ചെയ്യുന്നത് ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ എന്ത് എൻകറേജ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിൽ പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ലെങ്കിൽ അത്. സോ ഇത്തരത്തിൽ യെസ് പറയേണ്ട സാഹചര്യങ്ങളിൽ യെസ്സും നോ പറയേണ്ട സാഹചര്യങ്ങളിൽ നോയും പറയാൻ പഠിക്കണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പല ആളുകളും ചെയ്യുന്നത് സൈലന്റ് ട്രീറ്റ്മെൻ്റ് ആണ്, ഒന്നും സംസാരിക്കാതിരിക്കും എന്നുള്ളതാണ്. അത് ചെയ്യരുത്, ജസ്റ്റ് സ്പീക്കപ്പ് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ, നിങ്ങൾ എങ്ങനെയാണോ ആ റിലേഷൻഷിപ്പിൽ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷേ സൈലന്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത്, അത് റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ സൈലൻസിലേക്ക് പോവാതെ ഓരോ കാര്യങ്ങളും ഹൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് സംസാരിക്കുക എന്നുള്ളത്. നെക്സ്റ്റ്, അഞ്ചാമത്തെ കാര്യം, നിങ്ങൾക്ക് തോന്നുകയാണ് ആ റിലേഷൻഷിപ്പിലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി യാതൊരുവിധ എഫേർട്ടും എടുക്കുന്നില്ല, നിങ്ങൾ തന്നെയാണ് അവരുടെ ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് അവരുടെ പുറകെ നടക്കുന്നത്, അല്ലെങ്കിൽ ബെഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സൈലന്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ സംസാരിക്കണം എന്നുള്ളത്. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും, എത്ര തവണ സംസാരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നാളായി ഒരേ കാര്യം തന്നെ റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വീണ്ടും വീണ്ടും സംസാരിക്കണം എന്നല്ല അതിനർത്ഥം. പകരം അവിടെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ പുറകെ ഓവറായിട്ട് റിക്വസ്റ്റ് ചെയ്യാനോ ബെഗ് ചെയ്യാനോ ഒന്നും പോകരുത്. കറക്റ്റായിട്ട് 1, 2, 3 തവണ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത് ഞാൻ എൻകറേജ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ ഒരേ കാര്യം തന്നെ എത്ര പറഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ല, അല്ലെങ്കിൽ എത്ര പറഞ്ഞിട്ടും ഒരു എഫേർട്ട് എടുക്കുന്നില്ല, ചേഞ്ച് പോയിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ പോലും ഉള്ളൊരു ശ്രമം നടത്തുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 2, 3 തവണ പറഞ്ഞാൽ മതി. പിന്നെ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ ജെന്യൂനായിട്ട് സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിലെ ഈ ഒരു മാറ്റം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ചെയ്ത മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് അവർക്ക് റിയലൈസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങളെ ഒട്ടും നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു രീതിയിലൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണ്, ആ രീതിയിലുള്ള പ്രവൃത്തികളാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളെ റിയലായിട്ട് സ്നേഹിക്കുന്ന, ജെന്യൂനായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് റിയലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യും. സോ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്